ഒരു കൂലിക്കാരന് ബസ് കണ്ടക്ടറായിരുന്ന ഒരാൾക്ക് ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആവാൻ പറ്റുമോ? സിനിമയേക്കാൾ വിചിത്രവും പ്രവചനാതീതവുമായ ആ ജീവിതത്തിന് ഇന്ന് 74 വയസ്സ് തികയുകയാണ്. ഐ ആം ദ ഒൺലി വൺ, സൂപ്പർ വൺ എന്ന് പറഞ്ഞ നമ്മുടെ സൂപ്പർ സ്റ്റാറിന് രജനികാന്തിന് ഇന്ന് 74 വയസ്സ്. வாழ்க்கைன்னு என்னன்னு தெரியுமா உங்களுக்கு? பிறப்புக்கும் இறப்புக்கும் இடப்பட்ட கொஞ்சம் நேரத்தை தான் வாழ்க்கைன்னு சொல்லுவாங்க. அந்த கொஞ்ச நேரத்துல ஒருத்தருக்கு ஒருத்தர் துரோகம் செய்யாம கெடுதல் எண்ணாம நானு என்று நினைக்காம கூட சேர்ந்து ஒன்னா സന്തോഷമാ வாழ்றதுதான் வாழ்க்கை. ഒരു മറാഠ കുടുംബത്തിൽ ജനിച്ച ശിവാജി രാജ് ഗൈക്വാദ് അച്ഛന് മകനെ ഒരു പോലീസുകാരനാക്കണം എന്നായിരുന്നു ആഗ്രഹം. 10ാം ക്ലാസ് കഴിഞ്ഞതും ഇനി തനിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്ന് മകൻ അറിയിച്ചു. പിന്നെ ജീവിക്കാൻ വേണ്ടി മദ്രാസിലേക്ക് വണ്ടി കയറി. കൂലിക്കാരനായും ബസ് കണ്ടക്ടറായും ജോലി ചെയ്യുന്ന സമയത്ത് തനിക്ക് അഭിനയിക്കാൻ ഒരു മോഹം തോന്നുന്നു. തൻ്റെ കാമുകി മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം അറിയിക്കുന്നു. അങ്ങനെ അഭിനയം പഠിക്കാനായി മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. ഈ സമയത്ത് നാടകങ്ങൾ അഭിനയിച്ചും അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠിത്തവും നാടക അഭിനയവുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കെ ബാലചന്ദ്രൻ എന്ന സംവിധായകൻ എത്തുന്നത്. അവിടെ വെച്ച് ശിവാജിയുടെ അഭിനയം കണ്ട് ഇഷ്ടമായ സംവിധായകൻ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയിലേക്ക് വില്ലനായി ഒരു ക്ഷണമുണ്ടാകുന്നു. പക്ഷെ ഒരു നിബന്ധന മാത്രം, തമിഴ് നന്നായി പഠിക്കണം. അങ്ങനെ മറാഠക്കാരനായിരുന്ന അദ്ദേഹം തമിഴ് നന്നായി പഠിച്ചെടുത്തു. ശിവാജി ഗണേശൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉള്ള സമയമാണ്. അപ്പോൾ പുതിയൊരു പേര് വേണം. അങ്ങനെ സ്വയം ഇട്ട പേരാണ് രജനീകാന്ത്. ഇന്ന് ലോകം മുഴുവൻ ആ പേരുകൾ ഏറ്റുചൊല്ലുന്നു. കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന അപൂർവരാഗം എന്ന സിനിമയിൽ രജനീകാന്ത് തന്റെ അരങ്ങേറ്റം കുറിച്ചു. വില്ലനായിട്ടായിരുന്നു ആദ്യ സിനിമയിൽ രജനീകാന്ത് തിരശ്ശീലയിൽ എത്തിയത്. ആദ്യ സിനിമയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കണ്ട് ശീലിച്ച അഭിനയത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു രജനീകാന്തിന്റെ അഭിനയം. വില്ലനായി തിരശ്ശീലയിൽ അദ്ദേഹം നിറഞ്ഞാടി. തുടരെ തുടരെ അദ്ദേഹത്തെ തേടി അവസരങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അതെല്ലാം വില്ലൻ വേഷങ്ങളിലായിരുന്നു. നീണ്ട മുടിയും എപ്പോഴും ഉള്ളൊരു ചിരിയും അദ്ദേഹത്തിന്റെ ജസ്റ്ററും. 1980 രജനീകാന്തിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ച സംഭവം ഉണ്ടാവുന്നത്. ഡോൺ ഹിന്ദി അമിതാഭ് ബച്ചൻ അഭിനയിച്ച സിനിമ അത് തമിഴിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്നു. അതിൽ നായകനായി എത്തുന്ന രജനീകാന്ത് ബില്ല എന്ന പേരിൽ ആ സിനിമ റിലീസാകുന്നു. അതുവരെ വില്ലനായി അഭിനയിച്ചിരുന്ന രജനീകാന്ത് ആദ്യമായി നായകനായി അരങ്ങേറ്റം കുറിച്ച സിനിമയായിരുന്നു ബില്ല. തമിഴകം മൊത്തം ആ സിനിമ ഏറ്റെടുത്തു. തമിഴന്മാർ മൊത്തം ആ സിനിമയും രജനീകാന്തിനെയും നെഞ്ചിലേറ്റി. രജനീകാന്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത്രയും നാളും നായകൻ എന്ന് പറഞ്ഞാൽ വെളുത്ത് സുന്ദരനായ സുശീലനായ ഒരാളായിരുന്നിരിക്കും. പക്ഷേ രജനീകാന്ത് കറുത്തിട്ട് നീണ്ട മുടിയും തങ്ങളിൽ ഒരുവൻ എന്ന് തമിഴന്മാർക്ക് തോന്നി എന്നതായിരുന്നു രജനീകാന്തിന്റെ ഏറ്റവും വലിയ വിജയം. അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും ജനങ്ങൾ നെഞ്ചിലേറ്റി. തമിഴന്മാർക്ക് രജനീകാന്ത് എന്ന് പറയുമ്പോൾ ആരാധനയ്ക്കപ്പുറം ഒരു ദൈവീക പരിരൂപം കൈവന്നു ചേർന്നു. അതിന് ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്ക് ഉദാഹരണങ്ങളായി പറയാൻ പറ്റും. ഒരിക്കൽ തിയേറ്ററിൽ ജനങ്ങൾ സിനിമ കാണുകയാണ് രജനീകാന്തിന്റെ. ഇപ്പോൾ തിരശ്ശീലയിൽ ഒരു സീൻ നടക്കുകയാണ്. ഈ സീനിൽ സംഭവിക്കുന്ന കാര്യം, ഗുണ്ടകൾക്കടുത്ത് ആയുധമില്ലാതെ രജനീകാന്ത് നിൽക്കുന്നത് കണ്ടിട്ട് രജനീകാന്തിന്റെ ഒരു രസികൻ അയാളുടെ കയ്യിൽ നിന്ന് കത്തി എടുത്ത് സ്ക്രീനിലേക്ക് എറിഞ്ഞു. പുടിങ്ക തലൈവാ വെട്ടുങ്കോ അവരെ ആവശ്യത്തോടെ സ്ക്രീനിലേക്ക് കത്തി എറിഞ്ഞു. കത്തി കൊണ്ട് തിരശ്ശീല കീറി രണ്ടായിട്ട് മാറി. ഇത്തരം ആരാധനയുടെ അന്ധമായ കഥകൾ ഒരുപാടുണ്ട് രജനീകാന്തിനെ പറ്റി. അത്രമാത്രം ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. സൗത്തിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിന്റെ നിരവധി സിനിമകൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടി. ഇന്ത്യയും കടന്ന് ചൈന, മലേഷ്യ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹത്തിന് ആരാധകർ വർഷങ്ങൾ കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. സിനിമ എന്നാൽ ഗ്ലാമറാണ്, തിരശ്ശീലയ്ക്ക് മുന്നിലാണെങ്കിലും പിന്നിലാണെങ്കിലും. എന്നാൽ രജനീകാന്ത് ഒരിക്കലും അയാളുടെ സ്വന്തം രൂപം ഒളിച്ചു വെക്കാറില്ല. പൊതുവേദിയിലും സദസ്സിലും വരുമ്പോൾ വിഗ് വെക്കുകയോ ശരീരത്തിനോ മുഖത്തിനോ മോടി കൂട്ടുന്ന കാര്യമോ ഒന്നും അദ്ദേഹം ചെയ്തില്ല. പ്രായം, ശരീരത്തിൽ വന്ന മാറ്റങ്ങളെ അദ്ദേഹം ഒളിപ്പിക്കാൻ ശ്രമിച്ചില്ല. ഇത് തന്നെയാണ് മറ്റ് ആർട്ടിസ്റ്റുകളിൽ നിന്നും രജനീകാന്ത് എന്ന മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹത്തിന് സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് അവസാനമില്ല. രജനീകാന്തിന് മാത്രം സിനിമയിൽ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. രജനീകാന്തിന് 100 പേരെ ഇടിച്ചിടാം, ആരാധകർ ചോദ്യം ചെയ്യില്ല. പറക്കുന്ന പ്ലെയിനിൽ നിന്ന് നിലത്തേക്ക് ചാടാം, ഒരു പരിക്കുമില്ലാതെ രക്ഷപ്പെടാം, ആരാധകർ ചോദിക്കില്ല. അതെല്ലാം ആവശ്യമായിട്ട് കാണും. എന്നാൽ മറ്റൊരു ആർട്ടിസ്റ്റ് അത് ചെയ്താൽ ജനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകില്ല. അങ്ങനെ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് മേലെയായിരുന്നു ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം.
5 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും അവസാനിക്കാത്ത താരപുലിമയും തിയേറ്ററിലെ ആവേശവും രജനീകാന്ത് എന്ന സൂര്യൻ സിനിമയിൽ ഉദിച്ചുയർന്നിട്ട് ഇന്ന് 5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്നും ശോഭ കെടാതെ ജനങ്ങളെ രോമാഞ്ചം കൊള്ളിച്ചും ആവേശം കൊള്ളിച്ചും ആ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് വരാനുള്ള സിനിമ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ലോകേഷ് കനകരാജിന്റെ കൂലി എന്ന സിനിമയാണ്. ഓരോ രജനീകാന്ത് സിനിമകൾ ഇറങ്ങുമ്പോഴും സ്വന്തം റെക്കോർഡുകൾ അദ്ദേഹം തന്നെ തിരുത്തി മുന്നേറുകയാണ്. രജനീകാന്ത് എന്ന സൂര്യൻ ചലച്ചിത്ര മേഖലയിൽ ജ്വലിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് സിനിമ മാറി, പ്രേക്ഷകർ മാറി, തലമുറകൾ മാറി വന്നു. എന്നിട്ടും ഇന്നും ഒരിക്കലും കെടാത്ത വസന്തമായി ആ പ്രഭ അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നു. രജനീകാന്ത് എന്ന അത്ഭുത പ്രതിഭാസം കാലത്തെയും തോപ്പിച്ച് തന്റെ ജൈത്രയാത്ര മുന്നോട്ട് തന്നെ പോകുന്നു. വർഷങ്ങൾ കഴിയുന്തോറും ഓരോ രജനീകാന്ത് പടങ്ങൾക്കായി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഉണ്ട്.